ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിനടുത്തായി നിൽക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആർക്കിടെക്ചറൽ ഒരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഇന്ന് നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. 100% റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ ഒരു വില്ല ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്ത ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വില്ലയുടെ ഫ്രണ്ടിലായി നമുക്ക് കാണാം ഒരു ഓട്ടോമാറ്റിക് ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഈ വില്ലയുടെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെ ഉപയോഗിക്കുന്നു. കൂടാതെ ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 15 കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്ററും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 16 കിലോമീറ്റർ ദൂരത്തായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു ബോക്സി ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ. 100% ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഒരു വില്ല പ്രൊജക്റ്റ് പണിതീർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബിൽഡർ നമുക്കൊരു ഗ്യാരണ്ടിയോട് കൂടി തന്നെയാണ് ഈ ഒരു വില്ല തരുന്നത്. ഈ വീടിനെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. കൂടാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഞങ്ങൾക്കൊരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മനോഹരമായൊരു ബോക്സി ടൈപ്പിലാണ് എലിവേഷൻ. ഫ്രണ്ടിലെല്ലാം ടെക്സ്റ്റർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ പ്രൊഫൈൽ ലൈറ്റും നമുക്ക് കാണാം. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്ത് തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം. ഫ്രണ്ടിലായി മനോഹരമായ ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ ഗാർഡൻ തന്നെയാണ്. കൂടാതെ പാം ട്രീയും സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 വലിയ വണ്ടി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഫ്രണ്ടിലെ കാർ പോർച്ച് വരാനുള്ളത്. കാർ പോർച്ചിൻ്റെ വർക്ക് ഇനി ചെയ്യാനുണ്ട്. ഫ്രണ്ടിലായി നമുക്ക് കാണാം ബാംഗ്ലൂർ സ്റ്റോണും കടപ്പ കല്ലുമാണ് വിരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ചുറ്റുഭാഗങ്ങളിലേക്കെല്ലാം ഒന്ന് പോയി നോക്കാം. അത്യാവശ്യം എല്ലാ ഏരിയയിലും നല്ല സ്പേസ് കൊടുത്ത് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു പ്രകൃതി ഭംഗി ലഭിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ബിൽഡർ ഈ ഒരു ഭാഗമെല്ലാം കവർ ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമുക്ക് പോയി കാണുമ്പോൾ മനസ്സിലാവും അവിടെ ഒരു ബാൽക്കണി വരുന്നുണ്ട്. ആ ബാൽക്കണിയിൽ നിന്ന് തന്നെ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് ബിൽഡർ ഈ ഒരു സ്പേസ് എല്ലാം കവർ ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ സ്കൂളുകളും കോളേജുകളും അമ്പലങ്ങളും പള്ളികളും എല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചുറ്റുഭാഗങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. 4.5 സെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് 5.5 സെൻറ്റിൽ നിൽക്കുന്ന രീതിയിലാണ് ഈ 4 ബെഡ്റൂം കവർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രണ്ടിലെ സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു സിറ്റ് ഔട്ട് അവിടെ ലഭിക്കുന്നുണ്ട്. ഗ്രാനൈറ്റാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിട്ടുള്ളത്. വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ്. ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് തേക്കും ആഞ്ഞിലിയും പ്ലാവുമാണ്. ഇനി നമുക്ക് ഡോർ തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വിൻഡോ കൊടുത്തിട്ടുള്ളതാണ്. മാക്സിമം സ്പേസിലെല്ലാം വിൻഡോ കൊടുത്ത് നല്ല വെളിച്ചവും എയർ സർക്കുലേഷനും കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ബിൽഡർ ഈ ഒരു വില്ല എല്ലാത്തിലും നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ലിവിംഗ് ഹാളിലാണ് നിൽക്കുന്നത്. നേരെ കാണുന്ന ഒരു പാർട്ടീഷനെല്ലാം കാണാം. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ലിവിംഗ് ഹാളിൻ്റെ നിർമ്മാണം. ഇവിടെ നിന്നും നേരെ പോകേണ്ടത് ഡൈനിങ് ഹാളിലേക്കാണ്. അത്യാവശ്യം ഒരു 10ഓളം ചെയറിട്ടിരിക്കാവുന്ന സ്പേസ് ഈ ഒരു ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ പ്രൊഫൈൽ ലൈറ്റും നമുക്ക് കാണാം. ഇവിടെയായി ചെറിയൊരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു ഓപ്പൺ ഗ്ലാസ് വരുന്നുണ്ട്. ടഫ്ഡ് ഗ്ലാസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് ആ സ്പേസ് എല്ലാം കവർ ചെയ്തിരിക്കുന്നത്. ഒരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോട് കൂടി തന്നെയാണ് ആ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. ഗ്രേഡ് കൂടിയ മൾട്ടിവുഡിലാണ് ക്യാബിനറ്റ്സ് എല്ലാം കവർ ചെയ്തിരിക്കുന്നത്. 100% വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ദർശനം വരുന്ന കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. കിച്ചണിൽ ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്പേസിൽ സെപ്പറേറ്റ് ഒരു സിങ്കെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ കിച്ചൻ്റെ പുറത്തായി നമുക്കൊരു വർക്ക് ഏരിയക്കുള്ള ഒരു സ്പേസും ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. താഴെ 2 ബെഡ്റൂമാണ് ലഭിക്കുക. ഈ ഒരു ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് ഏകദേശം 13.5 അടി നീളവും 11.5 അടി വീതിയും ലഭിക്കുന്ന ഒരു എൽ ഷേപ്പിൽ വരുന്ന ഒരു ബെഡ്റൂമാണ്. ഒരു സൈഡിലേക്കായി മാറി നിൽക്കുന്ന രീതിയിൽ കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകൾ തന്നെയാണ് ബാത്റൂമിനായി യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിലേക്ക് വന്നതിൽ മനോഹരമായി തന്നെയാണ് ബാത്റൂമിൻ്റെ നിർമ്മാണം. ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും സെപ്പറേറ്റ് തിരിച്ചിട്ടുണ്ട്. ജാഗുറവും ബെൻലയുമാണ് ഇവിടെ ഫിറ്റിംഗ്സും സാനിറ്ററീസിനുമായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. അത്യാവശ്യം വലിപ്പമുള്ള 2ാമത്തെ ബെഡ്റൂമിന് ഏകദേശം 12 അടി നീളവും 11 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും വലിപ്പമുള്ള വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്.
കൂടാതെ ഒരു കബോർഡ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ബെഡ്റൂമിനും നിർമ്മിച്ചിട്ടുള്ളത്. മനോഹരമായ ബാത്റൂമും ഇവിടെ നമുക്ക് കാണാം. ഡൈനിങ് ഹാളിലായി നിർമ്മിച്ചിട്ടുള്ള ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന ഒരു വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി ഒന്നാമത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ടഫൻ ഗ്ലാസോട് കൂടി ഒരു ഹാൻഡിലും നമുക്ക് കാണാം. സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ ഒന്നാമത്തെ നിലയിലേക്ക് ചെല്ലാം. നേരെ കയറി വരുമ്പോൾ വലിപ്പമുള്ളൊരു ഹോളിലേക്കാണ് നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. നേരെ കാണുന്ന ആ ഭിത്തിയിൽ ഒരു ഓപ്പൺ ഏരിയയും നമുക്ക് കാണാം. അവിടെയെല്ലാം ടഫൻ ഗ്ലാസ് എല്ലാം കൊടുത്ത് ഫുൾ കവേർഡ് ചെയ്തിട്ടുണ്ട്. ഒരു എൽ ഷേപ്പിലാണ് ഈ ഒരു ഹോൾ വരുന്നത്. അവിടെ ഒരു TV യൂണിറ്റും കാണാം. ഇവിടെയായി മറ്റൊരു ബാൽക്കണി നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന ടഫൻഡ് ഗ്ലാസോട് കൂടി വരുന്ന ഒരു ബാൽക്കണിയാണ്. നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ബാൽക്കണി നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു ഒന്നാമത്തെ നിലയിലായി നമുക്ക് 3 ബാൽക്കണിയാണ് ലഭിക്കുക. ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം. ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ അളവിൽ തന്നെ അതിൻ്റെ നേരെ മുകളിലായി ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. മാക്സിമം സ്പേസിലെല്ലാം വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു ബാൽക്കണി നമുക്ക് ലഭിക്കുന്നുണ്ട്. വലിപ്പമുള്ള ബാൽക്കണി തന്നെയാണ്. സായാഹ്നങ്ങളിൽ നമുക്ക് നല്ലൊരു വിശ്രമ കേന്ദ്രമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സ്പേസാണ് ഈ ഒരു ബാൽക്കണി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഇവിടെയായിട്ടാണ് ബാത്റൂം വരുന്നത്. മനോഹരമായി തന്നെയാണ് ബാത്റൂമുകളെല്ലാം കവർ ചെയ്തിട്ടുള്ളത്. ഇനി വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഇതും താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ്. അപ്പോൾ നമ്മൾ 4 ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. എറണാകുളം ജില്ലയുടെ തന്നെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് രാജഗിരി ഹോസ്പിറ്റലിനടുത്തുള്ള ഏരിയകൾ. ആ ഒരു ഏരിയക്കടുത്താണ് ഈ ഒരു വില്ല പ്രൊജക്റ്റ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ ഇപ്പോൾ ഒരു സ്റ്റഡി റൂമായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്പേസാണ്. ഇതൊരു ബെഡ്റൂമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ നിന്ന് ഇനി ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം. 4.5 സെൻറ്റിൽ 72 ലക്ഷത്തിൽ സ്റ്റാർട്ട് ചെയ്ത് 73 ലക്ഷം 77 ലക്ഷത്തിൽ നിന്ന് 5.5 സെൻറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീട് 2300 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 87 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.